നമസ്കാരം, എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. ICDS സൂപ്പർവൈസർ, കേടെറ്റ് എക്സാം, LPSA, UPSA എന്നിവയ്ക്ക് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് പെഡഗോഗി അഥവാ ബോധനശാസ്ത്രം. അപ്പോൾ ഈ ഒരു എക്സാം ICDS സൂപ്പർവൈസർ എക്സാം അടുത്ത ദിവസമാണ്. അപ്പോൾ അതിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് 18ാമത്തെ ചോദ്യമാണിത്, അല്ലെങ്കിൽ 18ാമത്തെ പാർട്ടാണിത്. അപ്പോൾ ഇതുപോലെ 17 പാർട്ടുകളായിട്ട് ചോദ്യോത്തരങ്ങൾ തന്നെയായിട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ ടോപ്പിക് വൈസും ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ അത് കാണാൻ ശ്രദ്ധിക്കുക. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനും ശ്രദ്ധിക്കുക. പഠനത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ കുട്ടിക്ക് സജീവമായ പിന്തുണ നൽകുകയും പഠനത്തിൽ കൂടുതൽ ഉത്തരവാദിത്തം കുട്ടി ഏറ്റെടുക്കുന്നതോടെ പിന്തുണ കുറച്ചു കൊണ്ടുവരികയും ചെയ്യുന്ന പ്രക്രിയ എന്താണ്? പഠനം തുടങ്ങുമ്പോൾ കുട്ടിക്ക് നല്ല പിന്തുണ അല്ലെങ്കിൽ സപ്പോർട്ട് നൽകും. പഠനത്തിൽ കൂടുതൽ ഉത്തരവാദിത്തം കുട്ടി ഏറ്റെടുക്കുന്നതോടെ പിന്തുണ കുറച്ചു കൊണ്ടുവരികയും ചെയ്യുന്ന പ്രക്രിയയാണ് എന്ത്? ഫീഡ്ബാക്ക്, പരിഹാര ബോധനം, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്, കൈത്താങ്. അതിനാണ് കൈത്താങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യവുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് പഠിക്കാം. വൈഗോട്സ്കിയുടെ സാമൂഹ്യ ജ്ഞാതൃവാദത്തിലാണ് ഈ കൈത്താങ് അഥവാ സ്കഫോൾഡിംഗ് എന്ന ആശയം അവതരിപ്പിച്ചത്. അപ്പൊ ഇത് പ്രത്യേകം ഓർത്തുകൊള്ളുക. വൈഗോട്സ്കിയുടെ സാമൂഹ്യ ജ്ഞാതൃവാദത്തിലാണ് കൈത്താങ് അഥവാ സ്കാഫോൾഡിംഗ് എന്ന ആശയമുള്ളത്. കേരളത്തിൽ നിലവിലുള്ള പാഠ്യപദ്ധതിയെ ഏറ്റവും അധികം സ്വാധീനിച്ച മനഃശാസ്ത്രജ്ഞനാണ് ശ്രീ വൈഗോട്സ്കി. അദ്ദേഹത്തിന്റെ ആശയങ്ങളിൽ പ്രധാനമായതാണ് വികസനത്തിന്റെ സമീപസ്ഥ മേഖല. അപ്പൊ ഇത് ഓർത്തുകൊള്ളുക. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് അത് ആരുടേതാണ് എന്ന് ചോദിച്ചാൽ എന്താണ് ആൻസർ? വൈഗോട്സ്കി. വ്യവഹാരവാദത്തിന് പകരമായാണ് സാമൂഹ്യ ജ്ഞാതൃവാദം അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്നത്. ഈ പറഞ്ഞ എല്ലാ പഠനവാദങ്ങളെ പറ്റിയുള്ള നോട്ടുകളും ക്ലാസ്സുകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. നോട്ടിന്റെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ psc.bbmohan.com സന്ദർശിക്കുക. ഇനി അടിസ്ഥാന വിദ്യാഭ്യാസ രീതി ആവിഷ്കരിച്ചത് ആര്? അടിസ്ഥാന വിദ്യാഭ്യാസ രീതി ഓപ്ഷൻ മോണ്ടിസോറി, പെസ്റ്റലോസി, റൂസോ, ഗാന്ധിജി എന്നിവയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഗാന്ധിജിയാണ് അടിസ്ഥാന വിദ്യാഭ്യാസ രീതി ആവിഷ്കരിച്ചത്. ഈ അടിസ്ഥാന വിദ്യാഭ്യാസ രീതിയെ ജീവിത കേന്ദ്രീകൃത അല്ലെങ്കിൽ ലൈഫ് സെന്റേർഡ് വിദ്യാഭ്യാസം എന്നും അറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ രീതി, ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ രീതിക്ക് മറ്റു 2 പേരുകൾ കൂടിയുണ്ട്. വേറൊരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. വാർധാ പദ്ധതി അല്ലെങ്കിൽ നൈ താലീം എന്നീ പേരുകളിലും ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ രീതി അറിയപ്പെടുന്നു. 1945 അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി അംഗീകരിക്കപ്പെട്ടത്. 1945 നൈ താലീം എന്ന വാക്കിന്റെ അർത്ഥം പുതിയ വിദ്യാഭ്യാസം എന്നാണ്. നൈ താലീം എന്ന് വെച്ചാൽ പുതിയ വിദ്യാഭ്യാസം. ബേസിക് എഡ്യൂക്കേഷൻ എന്ന പുസ്തകത്തിലാണ് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കിയത്. ഏത് പുസ്തകമാണ്? ബേസിക് എഡ്യൂക്കേഷൻ. 1910 ദക്ഷിണാഫ്രിക്കയിലെ ടോൾസ്റ്റോയ് ഫാമിൽ വെച്ചാണ് ഗാന്ധിജി തന്റെ വിദ്യാഭ്യാസ ആശയങ്ങൾ ആദ്യമായി പരീക്ഷിച്ചത്. രാജ്കോട്ടിലാണ് ഗാന്ധിജി പ്രാഥമിക വിദ്യാഭ്യാസം നേടിയത്. ഗാന്ധിജിയുടെയും ജോൺ ഡ്യൂയുടെയും വിദ്യാഭ്യാസ ദർശനങ്ങൾക്ക് സമാനതകൾ ഉണ്ടായിരുന്നു. വിദ്യാർത്ഥികൾ പലയിനം ചെടികളിലെ ഇലകളുടെ കൂട്ടത്തിൽ നിന്ന് ചെമ്പരത്തി ഇലകളെ തിരഞ്ഞെടുക്കുന്നു. ഇത് എന്തിന്റെ സൃഷ്ടി കാരണമാണ്? വിദ്യാർത്ഥികൾ പലയിനം ചെടികളിലെ ഇലകളുടെ കൂട്ടത്തിൽ നിന്ന് ചെമ്പരത്തി ഇലകളെ അത് സെപ്പറേറ്റ് ചെയ്ത് തിരഞ്ഞെടുക്കുന്നു. ഇത് എന്തിന്റെ സൃഷ്ടീകരണമാണ്? ഗ്രഹണം, പ്രയോഗം, അപഗ്രഥനം, ഉദ്ഗ്രഥനം. എന്താണ് ഉത്തരം? ഗ്രഹണമാണ്. ഗ്രഹണം. ബെഞ്ചമിൻ എസ് ബ്ലൂം അദ്ദേഹമാണ് ബുദ്ധിമണ്ഡലത്തെ അറിവ്, ഗ്രഹണം, പ്രയോഗം, അപഗ്രഥനം, ഉദ്ഗ്രഥനം, മൂല്യനിർണയം എന്നിങ്ങനെ ക്രമമായി തരംതിരിച്ചത്. ബെഞ്ചമിൻ എസ് ബ്ലൂം ആണ് ബുദ്ധിമണ്ഡലത്തെ അറിവ്, ഗ്രഹണം, പ്രയോഗം, അപഗ്രഥനം, ഉദ്ഗ്രഥനം, മൂല്യനിർണയം എന്നിങ്ങനെ തരംതിരിച്ചത്. എന്താണ് ഗ്രഹണം എന്ന് പറയുന്നത്? അറിയുന്ന കാര്യങ്ങളിൽ അവഗാഹമുണ്ടാക്കുകയാണ് ഗ്രഹണം. അറിവിനേക്കാൾ ഒരു പടി ഉയർന്ന മാനസിക വ്യാപാരമാണ് ഇത്. 1956 വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളെ ബെഞ്ചമിൻ എസ് ബ്ലൂമും സഹപ്രവർത്തകരും ചേർന്ന് 3ആയി തരംതിരിച്ചത്. വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളെ ഒന്നാമത്തേത് ബൗദ്ധിക മണ്ഡലം അഥവാ അറിവിന്റെ മണ്ഡലം, രണ്ടാമത്തേത് വൈകാരിക മണ്ഡലം അഥവാ അനുഭവ മണ്ഡലം, അടുത്തത് മനഃശാലക മണ്ഡലം അഥവാ പ്രവൃത്തി മണ്ഡലം. വർഗീകരണ രീതി എന്നർത്ഥം വരുന്ന ടാക്സിസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ടാക്സോണമി എന്ന പദമുണ്ടായത്. ടാക്സിസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ടാക്സോണമി എന്ന പദമുണ്ടായത്.
പഠനം നടക്കാൻ മാനസികമായ അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുക എന്നത് ഏത് സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പഠനം നടക്കാൻ മാനസികമായ അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുക എന്നത് ഏത് സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജ്ഞാനനിർമ്മിതിവാദം, വ്യവഹാരവാദം, ആരോപ സിദ്ധാന്തം, ഉപലബ്ധി പ്രചോദനം. നേരത്തെ LPSCക്ക് ചോദിച്ച ചോദ്യമാണ്. ഇതിന്റെ ആൻസർ ജ്ഞാനനിർമ്മിതിവാദമാണ്. ജ്ഞാനനിർമ്മിതിവാദത്തെ പറ്റി കൂടുതൽ അറിയാനായിട്ട് വെബ്സൈറ്റ് സന്ദർശിക്കുക, നോട്ട് കൊടുത്തിട്ടുണ്ട്. വിദ്യാഭ്യാസം അധ്യാപക കേന്ദ്രിത രീതിയിൽ നിന്നും വിദ്യാർത്ഥി കേന്ദ്രിത സമീപനത്തിലേക്ക്, അല്ലെങ്കിൽ ടീച്ചർ സെന്റേർഡ് എന്ന രീതിയിൽ നിന്നും സ്റ്റുഡന്റ് സെന്റേർഡ് എന്ന സമീപനത്തിലേക്ക് മാറ്റാൻ കഴിഞ്ഞു. ഇതിലാണ് ജ്ഞാനനിർമ്മിതിവാദം. ജ്ഞാനനിർമ്മിതിവാദത്തെ ജ്ഞാനനിർമ്മിതിവാദമെന്നും, അതായത് കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം എന്നും, സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദമെന്നും, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്നും തിരിച്ചിട്ടുണ്ട്. ജ്ഞാനനിർമ്മിതിവാദത്തിന്റെ വക്താക്കളായിരുന്നു പിയാഷെയും ബ്രൂണറും. വൈഗോട്സ്കിയും ചോംസ്കിയും സാമൂഹ്യ നിർമ്മിതിവാദത്തിന്റെ വക്താക്കളായിരുന്നു. അപ്പൊ ജ്ഞാനനിർമ്മിതിവാദം രണ്ടായിട്ടുണ്ട്. ജ്ഞാനനിർമ്മിതിവാദവും സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദവും. ജ്ഞാനനിർമ്മിതിവാദത്തിൽ പിയാഷെയും ബ്രൂണറും അതുപോലെ വൈഗോട്സ്കിയും ചോംസ്കിയുമാണ് സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദത്തിന്റെ വക്താക്കൾ. ജ്ഞാനനിർമ്മിതിവാദത്തിൽ പഠനത്തെ ഒരു പ്രക്രിയയായിട്ട് കാണുന്നു. പിതാവിന്റെ നൈസർഗികമായ ജിജ്ഞാസയെ പഠിതാവിന്റെ നൈസർഗികമായ ജിജ്ഞാസയെ പരിപോഷിപ്പിക്കുന്നു. ബോധത്തെക്കാൾ പഠനത്തിന് ഊന്നൽ നൽകുന്നതാണ് ജ്ഞാനനിർമ്മിതിവാദം. കുട്ടികൾ എന്തു പഠിക്കുന്നു എന്നതിനേക്കാൾ എങ്ങനെ പഠിക്കുന്നു എന്നതിന് മുഖ്യ പരിഗണന നൽകുന്നു. അതാണ് ജ്ഞാതൃവാദം വരുന്നത്. പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ശേഖരിച്ച വിവരങ്ങൾ ഉപയോഗിച്ച് മനസ്സിൽ പ്രതീകവൽക്കരണം നടക്കുന്ന പ്രക്രിയ, അതിനാണ് ആശയ രൂപീകരണം അല്ലെങ്കിൽ ആശയ രൂപവൽക്കരണം എന്ന് പറയുന്നത്. പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ശേഖരിച്ച വിവരങ്ങൾ ഉപയോഗിച്ച് മനസ്സിൽ പ്രതീകവൽക്കരണം നടക്കുന്ന പ്രക്രിയയാണ് ആശയ രൂപവൽക്കരണം. സ്കൂൾ ലൈബ്രറിയിലുള്ള ധാരാളം പുസ്തകങ്ങൾ കുട്ടികൾ ആരും തന്നെ പ്രയോജനപ്പെടുത്തുന്നില്ല. കുട്ടികളെ പുസ്തകങ്ങളുടെ കൂട്ടുകാരാക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ലൈബ്രറി മുഴുവൻ സമയവും തുറന്നു പ്രവർത്തിക്കുന്നതിന് ഒരു സ്ഥിരം ലൈബ്രറിയനെ നിയമിക്കാൻ ആവശ്യപ്പെടും. സാഹിത്യവേദിയുടെ പ്രവർത്തനങ്ങളിൽ വായനാ മത്സരം ഉൾപ്പെടുത്തും. ലൈബ്രറി പ്രവർത്തനത്തിൽ കുട്ടികളെ ഉൾപ്പെടുത്തി വായനയുടെ ലോകത്തേക്ക് കൊണ്ടുവരും. ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങൾ എടുത്തു വായിക്കണമെന്ന് നിർബന്ധിക്കാൻ ക്ലാസ് ടീച്ചർമാരോട് നിർദ്ദേശിക്കും. അപ്പൊ ഇതിൽ ഏറ്റവും മികച്ച ഉത്തരം എന്ന് പറയുന്നത് ലൈബ്രറി പ്രവർത്തനങ്ങളിൽ കുട്ടികളെ ഉൾപ്പെടുത്തി വായനയുടെ ലോകത്തേക്ക് കൊണ്ടുവരും എന്നതാണ്. അടുത്ത ചോദ്യം, ബാലക സംപ്രത്യക്ഷണ പരീക്ഷ ഉപയോഗിക്കുന്നത് കുട്ടിയുടെ എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്? ബാലക സംപ്രത്യക്ഷണ പരീക്ഷ വ്യക്തിത്വത്തെ പറ്റി പഠിക്കാനാണ്. നേരത്തെ നമ്മൾ ഇത് പഠിച്ചിരുന്നു. ബാലക സംപ്രത്യക്ഷണ പരീക്ഷ എന്തിനാണ്? വ്യക്തിത്വത്തെ പറ്റി പഠിക്കാനാണ്. ഒരു വ്യക്തിയുടെ സവിശേഷമായ വ്യവഹാരത്തെയും ചിന്തയെയും നിർണയിക്കുന്ന കായിക മാനസിക വ്യവസ്ഥയുടെ ചലനാത്മകമായ ആന്തരിക സംഘടനയാണ് വ്യക്തിത്വം എന്ന് ആര് പറഞ്ഞു? ആൽപോർട്ട് പറഞ്ഞു. നമ്മൾ ഓൾറെഡി തന്നെ വ്യക്തിത്വത്തിന്റെ പല നിർവചനങ്ങൾ ആരൊക്കെയാണ് ഇങ്ങനെ വിളിച്ചിട്ടുള്ളത്, അങ്ങനെ ഓരോ നിർവചനങ്ങളും ഏതൊക്കെ ശാസ്ത്രജ്ഞന്മാരാണ് പറഞ്ഞിട്ടുള്ളതെന്നും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണാൻ ശ്രദ്ധിക്കുക. അപ്പൊ അതിലൊന്നാണ് ആൽപോർട്ടിന്റെ ഈ ഒരു ഡെഫിനിഷൻ. വ്യക്തിത്വത്തെ പറ്റി പഠനം നടത്തിയ മറ്റ് ആളുകളാണ് കാൾ യൂങ്, ഷെൽഡൻ, ക്രസ്റ്റർ എന്നിവർ 3 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വ്യക്തിത്വത്തെ പറ്റി പഠിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് ബാലക സംപ്രത്യക്ഷണ പരീക്ഷ അഥവാ CAT. 3 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികളുടെ പേഴ്സണാലിറ്റിയെ പറ്റി പഠിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ്. ജന്തു കഥകളാണ് ഈ ടെസ്റ്റിനായിട്ട് ഉപയോഗിക്കുന്നത്. താഴെ കൊടുത്തിട്ടുള്ളതിൽ തോണ്ടൈക്കിന്റെ സിദ്ധാന്തവുമായി ബന്ധമുള്ളത് ഏതാണ്? തോണ്ടൈക്കിന്റെ സിദ്ധാന്തവുമായി ബന്ധമുള്ളത് പരിപൂർത്തി, ഫലനിയമം, സാമീപ്യ നിയമം, തുടർച്ചാ നിയമം. ഇതിൽ ഫല നിയമമാണ് തോണ്ടൈക്കിന്റെ സിദ്ധാന്തവുമായി ബന്ധമുള്ളത്. ഒരു വ്യക്തിയിൽ ബോധപൂർവം ഉണ്ടാകുന്ന വർത്തമാന വ്യതിയാനമാണ് പഠനം എന്ന് പറഞ്ഞതാണ് ഇദ്ദേഹം. ഇനി അമേരിക്കൻ മനഃശാസ്ത്രജ്ഞനാണ് E.L. തോണ്ടൈക്ക്. സംബന്ധവാദ സിദ്ധാന്തമെന്നും ശ്രമ പരാജയ സിദ്ധാന്തമെന്നും തോണ്ടൈക്കിന്റെ സിദ്ധാന്തം അറിയപ്പെടുന്നു. അപ്പൊ ഇതുപോലെ തന്നെ സംബന്ധവാദ സിദ്ധാന്തം ആരുടേത് അല്ലെങ്കിൽ ശ്രമ പരാജയ സിദ്ധാന്തം ആരുടേത് എന്ന് ചോദിച്ചാൽ അത് തോണ്ടൈക്കാണ്. ചോദക പ്രതികരണ ബന്ധം, ചോദക പ്രതികരണം എന്ന് വെച്ചാൽ സ്റ്റിമുലേഷനും അതുപോലെ തന്നെ റെസ്പോൺസും. ഒരു സ്റ്റിമുലേഷൻ അല്ലെങ്കിൽ ഒരു ചോദകം, അതിനനുസരിച്ചുള്ള പ്രതികരണം അഥവാ റെസ്പോൺസ്, അതിനെ അടിസ്ഥാനമാക്കിയാണ് പഠനം നടക്കുന്നതെന്ന് അദ്ദേഹം തോണ്ടൈക്ക് അഭിപ്രായപ്പെട്ടു.
അഴികളുള്ള ഒരു പ്രശ്ന പേടകം അഥവാ പസിൽ ബോക്സിന്റെ ഉള്ളിൽ വിശന്നു വലഞ്ഞ ഒരു പൂച്ചയെ നിക്ഷേപിച്ചാണ് അദ്ദേഹം പരീക്ഷണങ്ങൾ നടത്തിയത്. തോണ്ടേക്ക്. ശ്രമ പരാജയങ്ങളിൽ നിന്നും ആവിഷ്കരിച്ച പഠന നിയമങ്ങളാണ് ഏതൊക്കെ? ശ്രമ പരാജയങ്ങളിൽ നിന്നും ആവിഷ്കരിച്ച നിയമങ്ങളാണ് ലോ ഓഫ് റെഡിനെസ് അഥവാ സന്നദ്ധതാ നിയമം. അടുത്തത് ലോ ഓഫ് എഫക്ട് അഥവാ ഫല നിയമം. ലോ ഓഫ് എക്സസൈസ് അഥവാ അഭ്യാസ നിയമം. അപ്പൊ ഇതിൽ കൊടുത്തിരിക്കുന്നതിൽ ഫല നിയമം കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അത് കറക്റ്റ് ആയിട്ട് വന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ബ്രെയിൻ സ്റ്റോമിംഗ് അഥവാ മസ്തിഷ്ക ആശയ വിക്ഷോഭം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആര്? ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഓസ്ബോൺ ആണ്. ഓസ്ബോൺ ക്രിയാത്മകമായ പ്രശ്ന പരിഹാരവുമായി ബന്ധപ്പെട്ട സംഘ പ്രക്രിയയെക്കുറിച്ച് വിശദീകരിക്കുന്നതിനാണ് ഇദ്ദേഹം ഈ പദം ഉപയോഗിച്ചത്. ഒരു പ്രശ്നത്തെ പുതിയതും സർഗാത്മകവുമായ രീതിയിൽ സമീപിക്കുന്നതിന് ബ്രെയിൻ സ്റ്റോമിംഗ് അവസരമൊരുക്കുന്നു. അതിനെപ്പറ്റിയുള്ള പുതിയ ആശയങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുന്നു. ഒരു സംഘം വിദ്യാർത്ഥികൾക്ക് ഒരു വിഷയം നൽകുകയും ആശയ രൂപവൽക്കരണത്തിനായി അവരുടെ മസ്തിഷ്കത്തെ ഉപയോഗിക്കാൻ അവരോട് ആവശ്യപ്പെടുകയും ചെയ്യും. അപ്പൊ അങ്ങനെയാണ് ബ്രെയിൻ സ്റ്റോമിംഗ് അല്ലെങ്കിൽ മസ്തിഷ്കാശയ വിക്ഷോഭം ഉണ്ടാവുന്നത്. അത് ആദ്യമായിട്ട് ആ പദം ഉപയോഗിച്ചത് ശ്രീ ഓസ്ബോൺ ആണ്. ഓസ്ബോൺ. വ്യക്തിയുടെ പുണ്യപ്രാപ്തിയാണ് വിദ്യാഭ്യാസം എന്ന് അഭിപ്രായപ്പെട്ടത് ആര്? വ്യക്തിയുടെ പുണ്യപ്രാപ്തിയാണ് വിദ്യാഭ്യാസം എന്ന് അഭിപ്രായപ്പെട്ടത് പ്ലേറ്റോ ആണ്. പ്ലേറ്റോ. ഗ്രീസിലെ ഏതൻസിലാണ് പ്ലേറ്റോയുടെ ജനനം. ആത്മാവിന്റെ മഹാത്മ്യത്തെ ഉദ്ഘോഷിച്ചിരുന്ന ഒരു സമ്പൂർണ്ണ ആദർശവാദിയായിരുന്നു പ്ലേറ്റോ. ഇനി അദ്ദേഹം സ്ഥാപിച്ച ഒരു വിദ്യാലയത്തിന്റെ പേരാണ് അക്കാദമി. അക്കാദമി എന്ന വിദ്യാലയം സ്ഥാപിച്ചത് ആരാണ്? പ്ലേറ്റോ. പ്ലേറ്റോയുടെ സംവാദങ്ങൾ അല്ലെങ്കിൽ പ്ലേറ്റോസ് ഡയലോഗ്സ് എന്ന കൃതിയിലെ ദി റിപ്പബ്ലിക്, നിയമങ്ങൾ എന്നീ ഭാഗങ്ങളിലാണ് വിദ്യാഭ്യാസ ദർശനങ്ങൾ വ്യാപിച്ചു കിടക്കുന്നത്. വിദ്യാഭ്യാസ ദർശനങ്ങൾ അദ്ദേഹം എഴുതിയിരിക്കുന്ന ഏത് ബുക്കിലാണ്? പ്ലേറ്റോയുടെ ഡയലോഗ്സ് അല്ലെങ്കിൽ പ്ലേറ്റോസ് ഡയലോഗ്സ് അല്ലെങ്കിൽ പ്ലേറ്റോയുടെ സംവാദങ്ങൾ എന്ന കൃതിയിലുള്ള ദി റിപ്പബ്ലിക്, അതുപോലെ നിയമങ്ങൾ എന്നീ ഭാഗങ്ങളിലാണ്. ക്ഷേത്രഗണിതത്തെ അഥവാ ജോമെട്രിയെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നു. ആത്മാവിൽ നിന്ന് ഉദിക്കുന്ന സ്ഥലകാല പരിമിതികളില്ലാത്ത സത്യസൗന്ദര്യങ്ങളാണ് അനശ്വരവും യഥാർത്ഥവുമായ അറിവെന്ന് വിശ്വസിച്ചിരുന്നു. സമൂഹത്തിലെ താഴെ തട്ടിലുള്ള അടിമകൾക്ക് വിദ്യാഭ്യാസം നൽകാൻ പ്ലേറ്റോ വിമുഖത കാണിച്ചു. സ്ത്രീ വിദ്യാഭ്യാസത്തെ പറ്റിയും അദ്ദേഹം മൗനം പാലിച്ചു. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അദ്ദേഹം വിദ്യാഭ്യാസത്തിന് വേണ്ടിയൊക്കെ പറഞ്ഞെങ്കിലും അടിമകൾക്ക് വിദ്യാഭ്യാസം നൽകാൻ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകാൻ ഒന്നും അദ്ദേഹം മുൻകൈ എടുത്തില്ല. അതിനെല്ലാം മൗനം പാലിക്കുകയാണ് ചെയ്തത്. മനസ്സിലെ സംഘർഷാത്മകമായ വികാരങ്ങളെ വളച്ചൊടിക്കാതെ തുറന്നു പ്രസ്താവിക്കാൻ കഴിയുന്ന ഫ്രോയിഡിന്റെ സമീപനം, മനസ്സിലെ സംഘർഷാത്മകമായ വികാരങ്ങളെ വളച്ചൊടിക്കാതെ തുറന്നു പ്രസ്താവിക്കാൻ കഴിയുന്ന ഫ്രോയിഡിന്റെ സമീപനമാണ് മുക്ത സാഹചര്യം. മുക്ത സാഹചര്യം. കുട്ടികളിലെ ആൺ പെൺ വ്യത്യാസം തടസ്സങ്ങൾ ഉണ്ടാക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതിലാണ്? കുട്ടികളിലെ ആൺ പെൺ വ്യത്യാസം തടസ്സങ്ങൾ ഉണ്ടാക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതിലാണ്? പഠനത്തിൽ, ബുദ്ധി നിലവാരത്തിൽ, ആശയവിനിമയത്തിൽ ഇത് മൂന്നിലും തടസ്സമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് ഇത് മൂന്നിലും തടസ്സമല്ല. കുട്ടികളിലെ ആൺ പെൺ വ്യത്യാസം പഠനത്തിലോ ബുദ്ധി നിലവാരത്തിലോ ആശയവിനിമയത്തിലോ ഒരു തടസ്സമല്ല. അടുത്ത ചോദ്യം, അംഗനവാടിയിലെ കുട്ടികൾക്ക് ലഭ്യമാകേണ്ട അനുഭവങ്ങളിൽ മുഖ്യമായി നിങ്ങൾ കണക്കാക്കുന്നത് എന്താണ്? അംഗനവാടിയിലെ കുട്ടികൾക്ക് ലഭ്യമാകേണ്ട അനുഭവങ്ങളിൽ മുഖ്യമായിട്ട് കണക്കാക്കുന്നത് എന്താണ്? പോഷകാഹാരവും പഠനവും, പോഷകാഹാരം, വിനോദം, പഠന സന്നദ്ധതാ പ്രവർത്തനങ്ങൾ. അടുത്തത് പോഷകാഹാരം, വിശ്രമം. പോഷകാഹാരം, വിശ്രമം, വിനോദം. അപ്പോൾ ശരിക്കും നമുക്ക് പ്രധാനപ്പെട്ട ഈ ഒരു പഠനം അല്ലെങ്കിൽ അതിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള ആ പഠന സന്നദ്ധതയ്ക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും അംഗനവാടീസ് ഉള്ളത്. അപ്പോൾ അംഗനവാടിയിലെ കുട്ടികൾക്ക് ലഭ്യമാകേണ്ട അനുഭവങ്ങളിൽ മുഖ്യമായും നിങ്ങൾ കണക്കാക്കുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, പോഷകാഹാരം, വിനോദം, പഠന സന്നദ്ധതാ പ്രവർത്തനങ്ങൾ. ഇനി അടുത്ത ചോദ്യം, കുട്ടികളുടെ ആത്മവിശ്വാസക്കുറവിന് ഏറ്റവും കുറഞ്ഞ അളവിൽ കാരണമാകാവുന്നത് ഏതാണ്? കുട്ടികളുടെ ആത്മവിശ്വാസക്കുറവിന് ഏറ്റവും കുറഞ്ഞ അളവിൽ കാരണമാകാവുന്നത് ഏതാണ്? അപ്പൊ ഇതിലെ ശാരീരിക വെല്ലുവിളികൾ, പ്രവർത്തനങ്ങളിൽ മികവില്ലായ്മ, ടീച്ചറുടെ അംഗനവാടിയിലെ സാന്നിധ്യം, സാമ്പത്തിക പിന്നാക്കാവസ്ഥ. അപ്പൊ ഇതില് ടീച്ചറുടെ അംഗനവാടിയിലെ സാന്നിധ്യം അതാണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്ന ഓപ്ഷൻ. ഡിസ്ലെക്സിയ എന്ന പേരിലുള്ള പഠന വൈകല്യം ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഡിസ്ലെക്സിയ എന്ന പേരിലുള്ള പഠന വൈകല്യം ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഭാഷണം അഥവാ വായന, എഴുത്ത്, ഗണിതം, ശാരീരിക ശേഷികൾ. ഏതാണ്? ഓപ്ഷൻ എ ആണ്, ഭാഷണം അഥവാ വായന.
പൊതുവെ അനുകൂല മനോഭാവം അഥവാ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് പുലർത്തുന്നവരിൽ ദൃശ്യമാകാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? പൊതുവെ അനുകൂല മനോഭാവം പുലർത്തുന്നവരിൽ ദൃശ്യമാകാത്തത് ആഹ്ലാദം, ശാന്തത, അസ്വസ്ഥത, സൗഹൃദഭാവം. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ളവരിൽ സാധാരണ കാണാത്തതാണ് ചോദിച്ചിരിക്കുന്ന അസ്വസ്ഥത. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. മനുഷ്യരിലെ ആവശ്യങ്ങളുടെ ശ്രേണി രൂപകൽപ്പന ചെയ്തത് താഴെ പറയുന്നവയിൽ ആരാണ്? മനുഷ്യരിലെ ആവശ്യങ്ങളുടെ ശ്രേണി നമ്മൾ നേരത്തെയും പഠിച്ചിട്ടുണ്ട് ആവശ്യങ്ങളുടെ ശ്രേണി. അപ്പൊ അത് രൂപകൽപ്പന ചെയ്തത് താഴെ പറയുന്നവയിൽ ആരാണ്? എറിക് എച്ച് എറിക്സൺ, എബ്രഹാം മാസ്ലോ, ജീൻ പിയാഷെ, ആൽഫ്രഡ് ബീനെ. ആരാണ്? എബ്രഹാം മാസ്ലോ ആണ്. എബ്രഹാം മാസ്ലോ. അങ്കണവാടിയിൽ നാം ധാരാളം കഥകൾ പറഞ്ഞു കൊടുക്കുകയും കുട്ടികൾ പറയുകയും ചെയ്യാറുണ്ട്. കഥകൾ മികച്ച ബോധനശാസ്ത്ര ഉപാധിയാണെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? മികച്ച ബോധനശാസ്ത്ര ഉപാധിയാണെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ജീൻ പിയാഷെ, ജെറോം എസ് ബ്രൂണർ, എൽ വൈഗോട്സ്കി, ജെ പി ഗിൽഫോർഡ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ജെറോം എസ് ബ്രൂണർ ആണ്. ജെറോം എസ് ബ്രൂണർ അദ്ദേഹമാണ് കഥകൾ മികച്ച ബോധനശാസ്ത്ര ഉപാധിയാണെന്ന് അഭിപ്രായപ്പെട്ടത്. അടുത്തത്, ചുറ്റുപാടുമായി ഇടപഴകാനും അതുമായി സംവദിക്കാനുമുള്ള അവസരം കുട്ടികൾക്ക് ഏറ്റവും അധികം ലഭ്യമാക്കേണ്ടത് ഏത് ഘട്ടത്തിലാണ്? ചുറ്റുപാടുമായി ഇടപഴകാനും അതുമായി സംവദിക്കാനുമുള്ള അവസരം കുട്ടികൾക്ക് ഏറ്റവും അധികം ലഭ്യമാക്കേണ്ടത് ഏത് ഘട്ടത്തിലാണ്? പ്രൈമറി സ്കൂൾ കാലം, ഹൈസ്കൂൾ കാലം, യു പി സ്കൂൾ കാലം, പ്രീ സ്കൂൾ അല്ലെങ്കിൽ അംഗനവാടി കാലം. ഏതാണ്? പ്രീ സ്കൂൾ അഥവാ അംഗനവാടി കാലം. അടുത്ത ചോദ്യം, 1960കളിൽ ഇന്ത്യ ഒരു പകർച്ചവ്യാധിയുടെ പ്രഭവ കേന്ദ്രം എന്നറിയപ്പെട്ടിരുന്നു. ഏതാണ് ആ രോഗം? ഏത് പകർച്ചവ്യാധിയുടെ പ്രഭവ കേന്ദ്രമായിട്ടാണ് ഇന്ത്യ അറിയപ്പെട്ടത് 1960കളിൽ? പ്ലേഗ്, വസൂരി, കോളറ, മലമ്പനി. വസൂരിയാണ് കറക്റ്റ് ആൻസർ. ഇന്ത്യയിൽ നിന്ന് ഒരു രോഗം നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടതായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചു. ഏതാണ് ആ രോഗം? ഇന്ത്യയിൽ നിന്ന് ഒരു രോഗം നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടതായിട്ട് പറഞ്ഞത്? വസൂരി, പ്ലേഗ്, മലമ്പനി, പോളിയോ. ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? പോളിയോ ആണ്. പോളിയോ. ജീൻ പിയാഷെയുടെ വികാസഘട്ട വിഭജന സിദ്ധാന്തം അനുസരിച്ച് ഇന്ദ്രിയ ചാലക വികാസഘട്ടത്തിൽ, അതായത് 2 വയസ്സ് വരെയുള്ള കാലത്ത് താഴെ പറയുന്നവയിൽ ഏത് സവിശേഷതയാണ് ദൃശ്യമാകുന്നത്? ജീൻ പിയാഷെയുടെ വികാസഘട്ട വിഭജന സിദ്ധാന്തത്തിൽ 2 വയസ്സ് വരെയുള്ള ആ കാലത്തിൽ താഴെ പറയുന്നവയിൽ ഏത് സവിശേഷതയാണ് ദൃശ്യമാകുന്നത്? കാര്യങ്ങൾ യുക്തിപൂർവ്വം തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിലും വസ്തുക്കളെക്കുറിച്ച് സാമാന്യ ധാരണ പുലർത്തുന്നു, തൻ്റെ വ്യക്തിത്വ സ്ഥാപനത്തിനായി ശ്രമം നടക്കുന്നു, കൺമുന്നിൽ കാണുന്ന വസ്തുക്കളെ നിലനിൽക്കുന്നുള്ളൂ എന്ന് കരുതുന്നു, അമൂർത്തമായ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു. അപ്പൊ ഇതിൽ നടക്കുന്നതിൽ ഏറ്റവും നന്നായ ഓപ്ഷൻ എന്ന് പറഞ്ഞത് ഓപ്ഷൻ സി ആണ്. കൺമുന്നിൽ കാണുന്ന വസ്തുക്കളെ നിലനിൽക്കുന്നുള്ളൂ എന്ന് കരുതുന്നു. അടുത്തത്, ആശയദാന രീതി കോൺസെപ്റ്റ് അറ്റൈൻമെന്റിൽ താഴെ പറയുന്ന ഏത് പഠനമാണ് പ്രവർത്തന ഘട്ടത്തിൽ അല്ലെങ്കിൽ എനാക്ടീവ് സ്റ്റേജിൽ പെടുന്നത്? ആശയദാന രീതിയിൽ ഇതിൽ ഏത് പഠനമാണ് പ്രവർത്തന ഘട്ടത്തിൽ പെടുന്നത് എന്നാണ് ചോദ്യം. 6 മഞ്ചാടി മണികൾ ഒന്നൊന്നായി എണ്ണിയെടുത്ത് 6 എന്ന എണ്ണൽ സംഖ്യ പഠിക്കുന്നു. അത് ഒരു പ്രവർത്തന ഘട്ടം തന്നെയാണ്. അത് ആശയദാന രീതിക്ക് വരുന്ന പ്രവർത്തന ഘട്ടമാണ്. അപ്പോൾ ഓപ്ഷൻ എ തന്നെയാണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പൊ ഇതില് മറ്റു ഓപ്ഷനുകളും നോക്കാം. വസ്തുക്കൾ ഉപയോഗിച്ച് എണ്ണാതെ എണ്ണൽ സംഖ്യകൾ ആവർത്തിച്ചു പറഞ്ഞു പഠിക്കുന്നു. 2 ഗുണം 4 ഈക്വൽ ടു 8 അല്ലെങ്കിൽ 8 എന്ന മാതൃക മുൻനിർത്തി 12 ഗുണം 4 48 എന്ന നിഗമനത്തിൽ എത്തിച്ചേരുന്നു. ഗുണനപട്ടിക ഉരുവിട്ട് ഹൃദിസ്ഥമാക്കുന്നു. ഇതില് ഈ ഒരു പ്രവർത്തന ഘട്ടം എന്ന് പറയുന്നത് ഈ ഓപ്ഷൻ എ ആണ് വരുന്നത്. എണ്ണി 6 എന്ന എണ്ണൽ സംഖ്യ 6 എണ്ണം എണ്ണിയിട്ട് പഠിക്കുന്നതാണ്. അടുത്ത ചോദ്യം, കർമ്മോത്സുകത അല്ലെങ്കിൽ അപകർഷകത എന്ന സ്കൂൾ പ്രായത്തിലെ ഘട്ടം താഴെ പറയുന്നവയിൽ ഏതിൽ പെടുന്നു? കർമ്മോത്സുകത അല്ലെങ്കിൽ അപകർഷകത എന്ന സ്കൂൾ പ്രായത്തിലെ ഘട്ടം ഇതിൽ ഏതിലാണ് പെടുന്നത്? മനോസാമൂഹിക വികാസഘട്ട സിദ്ധാന്തം, സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് സ്റ്റേജ്. അടുത്തത്, ജ്ഞാത്ര വികാസഘട്ടം. ഈ വികാസഘട്ടങ്ങളെല്ലാം നമ്മൾ ക്ലാസ് തന്നിട്ടുണ്ട്, അതുപോലെ നമ്മൾ നോട്ടുകളും തന്നിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ വെബ്സൈറ്റിൽ സന്ദർശിച്ചാൽ നോട്ട് ലഭിക്കുന്നതാണ്.
സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ് ജ്ഞാതൃ വികാസ ഘട്ടം. അടുത്തത് ആശയാധാന ഘട്ട സിദ്ധാന്തം, കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് തിയറി. അടുത്തത് കണ്ടെത്തൽ പഠന സിദ്ധാന്തം. അപ്പോൾ കർമ്മോത്സുകത അല്ലെങ്കിൽ അപകർഷകത എന്നത് ഏതിലാണ് ഉൾപ്പെടുന്നത് എന്നാണ് സാമൂഹിക വികാസ ഘട്ടത്തിലാണ്. അതായത് കർമ്മോത്സുകത അല്ലെങ്കിൽ അപകർഷതാ ബോധം ഒക്കെ വരുന്നത് ഈ ഒരു ഘട്ടത്തിലാണ്, സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് സ്റ്റേജിലാണ്. അക്രമവാസന പോലെയുള്ള പല തെറ്റായ ശീലങ്ങളും കുട്ടികളിൽ വളരുന്നത് ഏതു വഴിയാണെന്നാണ് ആൽബർട്ട് ബെന്തൂരെ നിരീക്ഷിക്കുന്നത്. അക്രമവാസന പോലെയുള്ള പല തെറ്റായ ശീലങ്ങളും കുട്ടികളിൽ വളരുന്നത് ഏതു വഴിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. കൂട്ടുകാരിൽ നിന്നും സഹപാഠികളിൽ നിന്നും ആർജിക്കുന്നു. ദൃശ്യമാധ്യമങ്ങളെയും രക്ഷിതാക്കൾ ഉൾപ്പെടെ മുതിർന്നവരെയും അനുകരിക്കുന്ന ശീലം, അധ്യാപകർ വേണ്ടത്ര നിഷ്ഠകൾ ശീലിപ്പിക്കാത്തതുകൊണ്ട്, സദ്ഗുണ പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന കഥകൾ വായിച്ചും കേട്ടും ഉൾക്കൊള്ളാത്തതുകൊണ്ട്. അപ്പോൾ അതെന്താണ് അതിൻ്റെ ആൻസർ വരുന്നത്? ദൃശ്യമാധ്യമങ്ങളെയും രക്ഷിതാക്കളെയും ഉൾപ്പെടെ മുതിർന്നവരെ അനുകരിക്കുന്ന ശീലം. അത് വെച്ചിട്ടാണ് അക്രമവാസന പോലെയുള്ള ഈ ഒരു തെറ്റായ ശീലങ്ങളും പല തെറ്റായ ശീലങ്ങളും കുട്ടികളിൽ വരുന്നതെന്ന് ആൽബർട്ട് ബെന്തൂരെ നിരീക്ഷിക്കുന്നു. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ അതാണ്. ശിക്ഷ കിട്ടുന്നതിനാൽ കുറ്റം ചെയ്യരുത് എന്നത് ഒരു നിശ്ചിത കാലഘട്ടത്തിലെ മാനസികാവസ്ഥയാണ്. അതായത് ഒരു നിശ്ചിത കാലഘട്ടത്തിലെ മാനസികാവസ്ഥ ശിക്ഷ കിട്ടും, അതുകൊണ്ട് കുറ്റം ചെയ്യരുത് എന്നതാണ്. ഏത് കാലഘട്ടത്തിലാണ് ഈ ഒരു മനോഭാവം പുലർത്തുന്നത്? വളർച്ചയുടെ ഏത് ഘട്ടത്തിലാണ്? പ്രാഗ് യാഥാസ്ഥിക സദാചാരഘട്ടം, പ്രാഗ് മനോവ്യാപാരഘട്ടം, യാഥാസ്ഥിതികാനന്തര സദാചാരഘട്ടം, ധാർമ്മിക വികാസാനന്തര ഘട്ടം എന്നാണ്. അപ്പോൾ ഇതില് ശിക്ഷ കിട്ടുന്നതിനാൽ തെറ്റ് ചെയ്യരുത് എന്ന് പറയുന്നത് ഏതാണ്? പ്രാഗ് യാഥാസ്ഥിതിക സദാചാര ഘട്ടമാണ്. അടുത്തത്, ആംഗ്യപ്പാട്ട് അവതരിപ്പിക്കുമ്പോൾ കുട്ടികളുടെ പ്രകൃതത്തിലെ ഏത് സവിശേഷതയാണ് പ്രയോജനപ്പെടുന്നത്? ആംഗ്യപ്പാട്ട് അത് അവതരിപ്പിക്കുമ്പോൾ, ആക്ഷൻ സോങ് അവതരിപ്പിക്കുമ്പോൾ കുട്ടികളുടെ പ്രകൃതത്തിലെ ഏത് സവിശേഷതയാണ് പ്രയോജനപ്പെടുന്നത്? ജിജ്ഞാസ, ചലനാത്മക, ചഞ്ചലത, വികാര തീവ്രത. ഇതിലേതാണ് വരുന്നത്? ചലനാത്മകതയാണ്, ചലനാത്മകത. അടുത്തത്, ഭാഷാവികാസത്തെ സംബന്ധിച്ച് നോം ചോസ്കിയുടെ ദർശനം താഴെ പറയുന്നവയിൽ ഏതാണ്? ഭാഷാവികാസത്തെ സംബന്ധിച്ച് നോം ചോസ്കിയുടെ ദർശനം താഴെ പറയുന്നവയിൽ ഏതാണ്? ഭാഷ അനുകരണത്തിലൂടെ ആർജിക്കുന്നു. ജന്മസിദ്ധമായ ഭാഷാസിദ്ധി എല്ലാവരിലും ഉണ്ട്. തൻ്റെ നാട്ടിലെ ഭാഷ മാത്രമേ ഒരാൾക്ക് പഠിക്കാൻ സാധിക്കൂ. ആവർത്തിച്ച് പരിശീലിക്കുന്നതിലൂടെയാണ് ഭാഷാശേഷി വികസിക്കുന്നത്. ഇതിൽ ഏതാണ് വരുന്നത്? ജന്മസിദ്ധമായ ഭാഷാസിദ്ധി എല്ലാവരിലും ഉണ്ട് എന്നാണ് ഭാഷാവികാസത്തെ സംബന്ധിച്ച് നോം ചോസ്കി പറയുന്നത്. ഭാഷാപ്രയോഗത്തിൽ ആത്മവിശ്വാസം വളർത്താൻ ഉചിതമല്ലാത്ത പ്രവർത്തനം താഴെ പറയുന്നവയിൽ ഏതാണ്? ഭാഷാപ്രയോഗത്തിൽ ആത്മവിശ്വാസം വളർത്താൻ ഉചിതമല്ലാത്ത പ്രവർത്തനം താഴെ പറയുന്നവയിൽ ഏതാണ്? സ്വതന്ത്രമായ ഭാഷാപ്രയോഗത്തിന് കൂടുതൽ അവസരം ലഭിക്കുന്നു. സ്വതന്ത്രമായ ഭാഷാപ്രയോഗത്തിന് കൂടുതൽ അവസരം ലഭിക്കുന്നു. ആദ്യകാലങ്ങളിൽ പാട്ടുപാടാനും കഥ പറയാനും മറ്റും കൂട്ടായ അവസരം ലഭിക്കും. ഭാഷാപരമായ തെറ്റുകൾ വരുമ്പോൾ തുടർന്നുള്ള ഭാഷാപ്രയോഗം അനുവദിക്കപ്പെടാതിരിക്കുക. അതുപോലെ തുടക്കത്തിൽ തെറ്റായി പ്രയോഗിച്ചാലും അനുവദിക്കുക, തുടർന്ന് പതുക്കെ പതുക്കെ തിരുത്താം എന്ന സമീപനം. അപ്പോൾ ഭാഷാപ്രയോഗത്തിൽ ആത്മവിശ്വാസം വളർത്താൻ ഉചിതമല്ലാത്ത പ്രവർത്തനമാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ഭാഷാപരമായ തെറ്റുകൾ വരുമ്പോൾ തുടർന്നുള്ള ഭാഷാപ്രയോഗം അനുവദിക്കപ്പെടാതിരിക്കുക. തെറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നീട് അതിന് ഒരു ചാൻസ് കൊടുക്കാതിരിക്കുക. അപ്പം അതാണ് ഒരു തെറ്റായ പ്രവർത്തനം എന്ന് പറയുന്നത്, ഉചിതമല്ലാത്ത പ്രവർത്തനം. തൻ്റെ അങ്കണവാടിയിലെ ഒരു കുട്ടി കഥ പറയുന്നതിൽ മികവ് പുലർത്തുന്നില്ല. എന്താണ് നിങ്ങളുടെ പരിഹാര പ്രവർത്തനം? കഥ പറയലിൽ നിന്ന് കുട്ടിയെ ഒഴിവാക്കുക, കുറെ കഥകൾ കുട്ടിയെ പറഞ്ഞു കേൾപ്പിക്കുക, മറ്റു കുട്ടികൾ പറയുന്ന കഥകൾ ശ്രദ്ധിക്കാൻ കുട്ടിക്ക് അവസരം നൽകുക, അപാകങ്ങൾ ചൂണ്ടിക്കാട്ടി തിരുത്തി വീണ്ടും വീണ്ടും കഥ പറയാൻ അവസരം നൽകുക. അപ്പോൾ തൻ്റെ അങ്കണവാടിയിലെ ഒരു കുട്ടി കഥ പറയുന്നതിൽ മികവ് പുലർത്തുന്നില്ല എങ്കിൽ എന്താണ് നിങ്ങളുടെ പരിഹാര പ്രവർത്തനം? അവസാനത്തെ ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ഡി. അപാകങ്ങൾ ചൂണ്ടിക്കാട്ടി തിരുത്തി വീണ്ടും വീണ്ടും കഥ പറയാൻ അവസരം നൽകുക. വസ്ത്രം മുഷിയുന്നത് ചൂണ്ടിക്കാട്ടി അങ്കണവാടി കുട്ടികളുടെ കളിക്കാനുള്ള സ്വാതന്ത്ര്യം നിരോധിക്കണമെന്ന് ആവശ്യപ്പെടുന്ന അമ്മമാരോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? വസ്ത്രം മുഷിയുന്നത് ചൂണ്ടിക്കാട്ടി അങ്കണവാടി കുട്ടികളുടെ കളിക്കാനുള്ള സ്വാതന്ത്ര്യം നിരോധിക്കണമെന്ന് ആവശ്യപ്പെടുന്ന അമ്മമാരോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? മണ്ണ് പറ്റാതെ മുറിക്കകത്തു നിന്നുള്ള കളികൾ മാത്രം അനുവദിക്കും.
അംഗനവാടികളിലെ കളികൾ നിർത്തലാക്കും. ചാലക വികാസത്തിന് കുട്ടികൾ കളികളിൽ ഏർപ്പെടുന്നത് ഗുണകരമാണ്. കൂട്ടുചേർന്ന് കളിക്കാൻ ഇക്കാലത്തെ അണുകുടുംബങ്ങളിൽ അവസരം കുറവാണല്ലോ. അപ്പൊ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചാലക വികാസത്തിന് കുട്ടികൾ കളികളിൽ ഏർപ്പെടുന്നത് ഗുണകരമാണ് എന്നാണ് പറയുക, പേരൻസിനോട് പറയുക. ജൂൺ 12 കുട്ടികളുമായി ബന്ധപ്പെട്ട് അന്തർദേശീയ തലത്തിൽ ആചരിക്കപ്പെടുന്ന ദിനമാണ്. ഏതാണ് ആ ദിനം? ജൂൺ 12ന്റെ പ്രത്യേകതയാണ് ചോദിച്ചിരിക്കുന്നത്. ജൂൺ 12 അന്താരാഷ്ട്ര ബാലവേല വിരുദ്ധ ദിനമാണ്. അന്താരാഷ്ട്ര ബാലവേല വിരുദ്ധ ദിനം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് സ്ത്രീ സുരക്ഷ ലക്ഷ്യമാക്കി 2005 നിലവിൽ വന്ന നിയമം ഏതാണ്? സ്ത്രീ സുരക്ഷ ലക്ഷ്യമാക്കി 2005 നിലവിൽ വന്ന നിയമം ഏതാണ്? ഗാർഹിക പീഡനങ്ങളിൽ നിന്ന് സ്ത്രീകളെ രക്ഷിക്കുന്ന നിയമം, ദേശീയ സ്ത്രീധന വിരുദ്ധ നിയമം, വിദ്യാഭ്യാസ അവകാശ നിയമം, വയോധിക സംരക്ഷണ നിയമം. ഇതിലേതാണ് വരുന്നത്? ഗാർഹിക പീഡനങ്ങളിൽ നിന്ന് സ്ത്രീകളെ രക്ഷിക്കുന്ന നിയമം. ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഭരണഘടനയുടെ 73ാം ഭേദഗതിയിലൂടെ രാജ്യത്ത് പുതുതായി നിലവിൽ വന്ന സ്ഥാപനമേത്? ഭരണഘടനയുടെ 73ാം ഭേദഗതിയിലൂടെ രാജ്യത്ത് പുതുതായി നിലവിൽ വന്ന സ്ഥാപനമേത്? നഗര സ്വയംഭരണ സ്ഥാപനങ്ങൾ, ത്രിതല പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾ, ജമ്മു കാശ്മീർ സംസ്ഥാനത്തിന് പകരം ജമ്മു ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങൾ. അടുത്തത് നീതി ആയോഗ്. ഇതിൽ ഏതാണ് 73ാം ഭേദഗതിയിലൂടെ നിലവിൽ വന്നത്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ത്രിതല പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾ. അടുത്തത് താഴെ പറയുന്ന ഏത് രോഗത്തിനാണ് വൈറസ് കാരണമാകാത്തത്? ഡെങ്കിപ്പനി, ജലദോഷം, റിംഗ്വേം, പിള്ളവാതം. ഇതിലേതിലാണ് വൈറസ് കാരണമാകാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റിംഗ്വോ വിര കാരണം ഉണ്ടാകുന്ന രോഗമാണത്. അടുത്തത് ഒരു ചിത്രകഥാ ചാർട്ട് നിങ്ങൾ പ്രദർശിപ്പിക്കുന്നു. ഇത് ഉപയോഗിച്ച് നടത്താവുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും ഉയർന്ന ശേഷി കൈവരിക്കുന്നത് താഴെ പറയുന്നതിൽ ഏതിലൂടെയാണ്? ഒരു ചിത്രകഥാ ചാർട്ട് പ്രദർശിപ്പിക്കുന്നു. ഇത് ഉപയോഗിച്ച് നടത്താവുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും ഉയർന്ന ശേഷി കൈവരിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതിലൂടെയാണ് എന്നാണ്. ചിത്രങ്ങൾ നോക്കി വരയ്ക്കാൻ ശ്രമിക്കുന്നു, ചിത്രങ്ങളിലെ നിറങ്ങൾ തിരിച്ചറിഞ്ഞു പറയുന്നു, കഥാപാത്രങ്ങളെ തിരിച്ചറിഞ്ഞു പറയുന്നു, ചിത്രങ്ങളിലെ കഥാസന്ദർഭങ്ങൾ നിരീക്ഷിച്ച് കൂട്ടിയിണക്കി കഥ നിർമ്മിച്ചു പറയുന്നു. അപ്പൊ ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇതെല്ലാം കറക്റ്റ് ആണ്, അതായത് ഇതെല്ലാം മികച്ച കാര്യങ്ങൾ തന്നെയാണ്, ആ പ്രവർത്തനത്തിൽ നിന്ന് ചെയ്യാവുന്ന കാര്യമാണ്. പക്ഷേ ആ ഒരു ചിത്രകഥ അല്ലെങ്കിൽ ആ ഒരു ചാർട്ടിൽ നിന്നും ആ കഥാസന്ദർഭങ്ങൾ നിരീക്ഷിച്ച് കൂട്ടിയിണക്കി കഥ നിർമ്മിച്ചു പറയുന്നു. അതാണ് ഏറ്റവും ഉയർന്ന തലത്തിലുള്ള കാര്യം എന്ന് പറയുന്നത്. ഗ്രാമീണ മേഖലയിലെയും പിന്നാക്ക വിഭാഗക്കാരുടെയും കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകാൻ ദേശവ്യാപകമായി പ്രവർത്തിച്ചു വരുന്ന വിദ്യാലയ സംഘാതത്തിന്റെ പേരെന്താണ്? ഗ്രാമീണ മേഖലയിലെയും പിന്നാക്ക വിഭാഗക്കാരുടെയും കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി ദേശവ്യാപകമായിട്ട് പ്രവർത്തിച്ചു വരുന്ന വിദ്യാലയ സംഘാതത്തിന്റെ പേരാണ് ജവഹർ നവോദയ വിദ്യാലയം. ജവഹർ നവോദയ വിദ്യാലയം. ഈ ചോദ്യം നമ്മൾ നേരത്തെയും പല ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ഉറപ്പായിട്ടും ഈ ഒരു ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി 2-3 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എക്സാമിന്. അപ്പോൾ ഇനിയും ഇതുപോലത്തെ ചോദ്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. ഇതുപോലുള്ള ചോദ്യങ്ങളോ ഏതെങ്കിലും ടോപ്പിക്കുകളോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പരിമിതമായ സമയത്ത് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.